നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 5 വെള്ളിയാഴ്ചയാണ്. 4 ദിവസത്തെ ഇടിവിന് ശേഷം നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 4 ദിവസത്തെ ഇടിവിന് ശേഷം ഒരു പോസിറ്റീവ് ക്യാൻഡിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നിരുന്നാലും നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് ഹെഡ്ലൈൻസിലേക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഡിസിഷൻ ഇന്നാണ് വരുന്നത്. ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള GDP ആണ്. കൂടാതെ ലോ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷനാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ രൂപയുടെ കാര്യം കുറച്ച് കൺസേൺ ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. 90-ലേക്കൊക്കെ രൂപ അടുത്തിരിക്കുന്നു US ഡോളറിനെതിരെ. അത് രൂപ ദുർബലമാണ് എന്ന് കാണിക്കുന്നത് തന്നെയാണ്. ഈ ആശങ്ക നിലനിൽക്കുമ്പോഴും ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത, പ്രത്യേകിച്ച് 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ GDP വളർച്ച ശക്തമാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. രണ്ടാം പാദത്തിൽ 8.2% രേഖപ്പെടുത്തിയത്. ഇത് RBIക്ക് നയപരമായ പിന്തുണയ്ക്ക് ഇടം നൽകുന്നുമുണ്ട്. ഇനി ഇപ്പോൾ പണപ്പെരുപ്പം കുറവാണ്, പക്ഷേ ഭാവിയിൽ അത് വർദ്ധിക്കുമോ എന്നുള്ള ആശങ്കകൾ കൂടുതലാണ്. കൂടാതെ രൂപയുടെ മൂല്യ തകർച്ച ലിക്വിഡിറ്റി കർശനമാക്കി. ബോണ്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഏതായാലും RBI നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ വിപണിക്ക് അത് കൂടുതൽ ഗുണകരമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത കൂടി ഇന്നുണ്ട്. 23ാമത് വാർഷിക ഉഭയകക്ഷി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും നിരവധി കരാറുകൾ ഒപ്പുവയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഊർജ്ജ വ്യാപാര പുനഃസംഘടന ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ്. പ്രത്യേകിച്ച് US ഉപരോധ സമ്മർദ്ദം കാരണം എണ്ണ വ്യാപാരം പുനഃസംഘടിപ്പിക്കുന്നതിന് റഷ്യയും ഇന്ത്യയും ഒരു പുതിയ പദ്ധതി സൃഷ്ടിച്ചേക്കും. ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മിസൈൽ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ആണവ ചെറിയ മൊഡ്യൂൾ റിയാക്ടറുകൾ എന്നിവയ്ക്കുള്ള പ്രധാനപ്പെട്ട പ്രതിരോധ കരാറുകൾക്ക് സാധ്യതയുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ 2018 മുതൽ നേരത്തെയുള്ള $5 ബില്യൺ കരാറിന് പുറമെ ഇന്ത്യയും റഷ്യയും ഒരു പുതിയ S-400 മിസൈൽ കരാർ ഒപ്പുവെച്ചേക്കും എന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഇൻഡിഗോ കടുത്ത പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അതിൻ്റെ സൂചനകൾ നൽകിയതാണ്. ബുധനാഴ്ച 200 വിമാനങ്ങൾ റദ്ദാക്കിയതിന് ശേഷം വ്യാഴാഴ്ച 300-ലധികം വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. പുതിയ ഡ്യൂട്ടി ടൈം നിയമങ്ങൾ മൂലമുണ്ടായ രൂക്ഷമായ ക്രൂ ക്ഷാമമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റൊക്കെ നല്ല ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇൻഡിഗോ എയർലൈൻസ് ഇടിഞ്ഞത് ഏകദേശം 8%. ഇത് ഇൻഡിഗോയെ സംബന്ധിച്ച് ഒരു റൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമാണോ എന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊരു വാർത്ത കൂടിയുള്ളത്, ഒരു US ചർച്ചാ സംഘം അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും USഉം തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള അന്തിമ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ ഗണ്യമായി കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഈ കരാറിൻ്റെ ലക്ഷ്യമായി വരുന്നത്. ഏതായാലും വരുന്ന ആഴ്ച വരെ നമുക്ക് ആ ഒരു വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കാം. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റ് ഇന്നലെ ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും ഡിസംബർ 9-10 തീയതികളിൽ നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. USൽ നവംബർ മാസത്തെ തൊഴിൽ റിപ്പോർട്ട് ഫെഡിൻ്റെ ഡിസംബറിലെ യോഗത്തിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ. നേരത്തെ തന്നെ പുറത്തു വരേണ്ട ഡാറ്റ സർക്കാരിൻ്റെ ഷട്ട് ഡൗൺ കാരണമാണ് ഇത്രയധികം വൈകിയത്. USൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ നല്ല നേട്ടമുണ്ടാക്കിയത് ഇൻഫോസിസ് ആയിരുന്നു. 3.60% ഉയർന്നു. വിപ്രോ 1.81% ഉയർന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.25% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണികളിലേക്ക് വന്നാൽ ഇപ്പോൾ മിക്സഡ് ആയിട്ടാണ് ഏഷ്യൻ വിപണികളുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.5% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 0.65% ഇടിവിലും ഇന്ത്യൻ മാർക്കറ്റ് 26,182.50 എന്ന നിലയിൽ 6 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 10 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. ഇനി നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
55% ഡിസ്കൗണ്ടോട് കൂടി 1299 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്യുന്നതിനായി തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി 2026 സോളാർ കേബിളുകൾ വിതരണം ചെയ്യുന്നതിനായി അദാനി ഗ്രീനിൽ നിന്ന് 748 കോടി രൂപയുടെ ഒരു വലിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് IFGL റിഫ്രാക്റ്റേഴ്സ് എന്ന കമ്പനിയാണ്. പ്രൊമോട്ടർ ഗ്രൂപ്പ് ഒരു അന്തിമ ഓഹരി കൈമാറ്റം നടത്തി. ഉടമസ്ഥാവകാശ നിയന്ത്രണം മാറ്റമില്ലാതെ തുടരുന്നു. അടുത്തത് റെയിൽടെൽ എന്ന കമ്പനിയാണ്. ITC നെറ്റ്വർക്കുകൾ സ്ഥാപിക്കുന്നതിനായി CPWDയിൽ നിന്ന് 63 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് ഓൺമൈ സോഹോ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി എന്ന കമ്പനിയാണ്. ഒരു ഹോങ്കോങ് യൂണിറ്റിലെ 15% ഓഹരി ഒരു മുതിർന്ന എക്സിക്യൂട്ടീവിന് വിറ്റു. കമ്പനി ഇപ്പോൾ 85% കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്ത പരമേശ്വർ മെറ്റൽസ് എന്ന കമ്പനിയാണ്. കമ്പനി പറയുന്നത് അടുത്തിടെ ഓഹരി വിലയിലുണ്ടായ ആ ഒരു കുതിപ്പ് വിപണിയിൽ മൊത്തത്തിലുണ്ടായ ആ ഒരു കുതിച്ചുചാട്ടം കാരണമാണ്, അല്ലാതെ അവരുടെ വാർത്തകളോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടല്ല എന്ന് ഒരിക്കൽ കൂടി പരമേശ്വർ മെറ്റൽസിൽ നിന്നും ഒരു ക്ലാരിറ്റി വരുന്നു. അടുത്തത് നീരജ് സിമെൻറ്റ് എന്ന കമ്പനിയാണ്. ട്രാവലേറ്ററുമായി FOB ഉപയോഗിച്ച് സ്റ്റേഷനുകൾക്കിടയിൽ കണക്ടിവിറ്റി നിർമ്മിക്കുന്നതിന് 82.66 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. 1944 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3661 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 26,034 48 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ നമുക്ക് ഡൗൺ സൈഡിൽ കാണുന്ന ഈ ഒരു ടച്ച് പോയിന്റുകൾ കൂടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിന് സമാനമായിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനാണ് കാണാൻ കഴിയുന്നത്. ഫോളിംഗ് വെഡ്ജ് പാറ്റേണിനെ കുറിച്ച് നമുക്കറിയാം. ഒരു ബ്രേക്ക് ഔട്ട് അല്ല, ബ്രേക്ക് ഡൗൺ ആണ് ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഒരുപക്ഷെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അപ്സൈഡിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരുപക്ഷെ ഈ ഫോളിംഗ് വെഡ്ജിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ആണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള ടാർഗറ്റ് വളരെ വലുതാവാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഒരു ലോങ് ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ആണിത്. ഇനി നിഫ്റ്റിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് വന്നാൽ ഇപ്പോഴും നിഫ്റ്റി 20-ഡേ EMAയ്ക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 25,950 20-ഡേ EMA ഉള്ളത്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 26,140 മുതൽ 26,160 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോണാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 25,900 മുതൽ 25,870 വരെയുള്ളത് ഒരു പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്കായ 26,050 സ്ട്രൈക്കിൽ 199% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 38% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തതായി 26,000 സ്ട്രൈക്കിൽ 44% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 5% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 26,100 സ്ട്രൈക്കിൽ 22% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 24% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,100, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,289 60 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഈ അപ്സൈഡിൽ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് വെച്ചിട്ടില്ല. ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നെങ്കിലും പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്യാതെ താഴേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ആ റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സേഫായ സിറ്റുവേഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടും ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളതെങ്കിലും ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,000 മുതൽ 58,900 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡൗൺ സൈഡിലെ സപ്പോർട്ട് സോണാണ്. ഈ ഒരു സോണിൽ തന്നെയാണ് 20-ഡേ EMAയും കൂടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സോൺ ഡൗൺ സൈഡിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പ് സൈഡിലേക്ക് വന്നാൽ 59,600 മുതൽ 59,700 വരെയുള്ളതും പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പുതിയൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.